Good morning. Good morning. Okay. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം അവിടെ വരെ പറഞ്ഞല്ലോ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെ അതിന്റെ ഓരോ പോയിന്റ്സുകൾ നമ്മൾ നോക്കി വന്നത് കളക്ട് ആൻഡ് ലിവറേജ് റൈറ്റ് ഡേറ്റ ഓട്ടോമാറ്റ് whenever possible enable better communication provide tools that meet the employees where they are employees എവിടെയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് then integrate with the existing system ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക സംയോജിപ്പിക്കുക അങ്ങനെ 5 പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ അതിനകത്ത് നെക്സ്റ്റ് പോയിന്റിൽ തന്നെ കുറച്ചും കൂടി ഉണ്ട് അതിൽ ആ ഫസ്റ്റ് പാരഗ്രാഫ് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ആ പിക്ചർ അല്ലെ എക്സ്പെക്റ്റഡ് ഹേർഡിൽസ് ഇൻ ഹോസ്പിറ്റൽ അവിടെ മുതലല്ലേ പറയണ്ടേ എക്സ്പെക്റ്റഡ് ഹേർഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മള് തടസ്സങ്ങൾ ഓക്കെ നമ്മൾ ഹോസ്പിറ്റല് പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങൾ എക്സ്പെക്റ്റഡ് ഹേർഡിൽസ് ഇൻ ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റലുകള് പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങൾ ഓക്കെ പാരഗ്രാഫ് ആണ് അതിൽ ഇമ്പോർട്ടന്റ് ഇതുപോലെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിടാം ഫുള്ള് നമുക്ക് നോക്കണ്ട പാരഗ്രാഫ് ഫുൾ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്ത് പഠിക്കാം. Despite the implementation of the National Rural Health Mission over a period of 9 years since 2005, despite എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നടപ്പിലാക്കുക ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുക. അപ്പോ നമുക്ക് 2005 മുതൽ 9 വർഷക്കാലം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പറഞ്ഞിരിക്കുന്നത് 2005 മുതൽ 9 വർഷക്കാലങ്ങളായിട്ട് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്താ the public health system in the country continues to face formidable challenges. അപ്പൊ നമ്മള് 2005 മുതൽ 9 വർഷക്കാലങ്ങളായിട്ട് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നമ്മുടെ രാജ്യത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം തുടർച്ചയായിട്ട് എന്താണ് ഫോർമിഡബിൾ എന്ന് പറഞ്ഞ ശക്തമായ ചേഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലുകൾ ഒത്തിരി ചലഞ്ചുകൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാട്ടോ NRHM എക്സ്പാൻഡ് NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്താ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ കേട്ടിട്ടുണ്ടോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്നെ റൂറൽ പോപ്പുലേഷൻ പ്രത്യേകിച്ച് ദുർബല വിഭാഗക്കാരുടെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയും അതിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പരിപാടിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രാമീണ ജനതയ്ക്ക് ദുർബല വിഭാഗക്കാർക്കൊക്കെ ആരോഗ്യ സംരക്ഷണ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു സംരംഭമാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ 2005 മുതൽ ആ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് നമ്മുടെ രാജ്യം തുടർച്ചയായിട്ട് ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തില് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തില് എന്താണ് വെല്ലുവിളികള് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ആ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അത് വന്നിട്ട് പോലും ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്താ തുടർച്ചയായിട്ട് വെല്ലുവിളികള് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ in the context എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭം ഈ ഒരു സന്ദർഭത്തിലും in the context of plans for rolling out universal health care in the country, this paper analyzed the social സാമൂഹ്യമായ എക്കണോമിക് സാമ്പത്തികമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള origins
of the major challenges facing public hospital in India. എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോ നമ്മുടെ രാജ്യത്ത് ആ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആരംഭിക്കുന്നതിനുള്ള ആ പദ്ധതികളുടെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ in the context of plans for rolling out universal health care in the country. നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആരംഭിക്കുന്നതിനുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ പേപ്പർ അനലൈസ് ചെയ്യുന്നു. ഇന്ത്യയിലെ പബ്ലിക് ഹോസ്പിറ്റലുകൾ നേരിടുന്ന സോഷ്യൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒറിജിൻ, ഒരു ഉത്ഭവം ഈ പേപ്പർ ഇത് അനലൈസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ചലഞ്ചുകൾ നമ്മൾ പറഞ്ഞു, ഇത്രയും ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് പോലും നമ്മുടെ ഹെൽത്ത് കെയർ, പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു ചലഞ്ചസ് നേരിട്ട് കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ തന്നെ ഈ രാജ്യത്ത് നമ്മുടെ ഹെൽത്ത് കെയർ നടപ്പിലാക്കുന്ന ഈ ഒരു സന്ദർഭത്തില് പബ്ലിക് ഹോസ്പിറ്റലുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളുടെ ഒരു സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉത്ഭവം ഈ പേപ്പർ അനലൈസ് ചെയ്യുന്നു. The view taken therein holds the class nature of the ruling classes in the country and the development paradigm. Paradigm എന്ന് പറഞ്ഞാൽ മാതൃക. Pursued എന്ന് പറഞ്ഞാൽ പിന്തുടരുക. Pursued by them as being at the root of the present problem being faced by public hospital. നെക്സ്റ്റ് നോക്കിയേ, ഇത് ഒരു ചെറിയൊരു പാരഗ്രാഫ് ആണ്, പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറഞ്ഞേക്കുന്നു എന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. The view taken therefore the class nature of the ruling classes in the country and the development paradigm pursued by them as being a root of the present problem being faced by public hospital. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഉള്ള ആ ഒരു ഭരണവർഗം, റൂളിംഗ് ക്ലാസസ് രാജ്യത്തുള്ള ആ ഭരണവർഗങ്ങളുടെ ആ നേച്ചർ, രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഹോൾ ദ ക്ലാസ് നേച്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഭരണവർഗങ്ങളുടെ ഒരു നേച്ചറും അവര് ഭരിക്കുന്നതിന്റെ ഒരു നേച്ചറും, പിന്നെ അതുപോലെ in the country and the development paradigm pursued by them. അവര് പിന്തുടരുന്ന ആ ഒരു വികസന മാതൃക, അവര് ഫോളോ ചെയ്യുന്ന വികസന മാതൃകയും പബ്ലിക് ഹോസ്പിറ്റൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂല കാരണമാണ്, പ്രധാനപ്പെട്ട കാരണമാണ്. അത് 2 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. എന്തൊക്കെയാണ് നമ്മുടെ മേജർ ചലഞ്ചസ് ഫേസിങ് ദ പബ്ലിക് ഹോസ്പിറ്റൽ? പബ്ലിക് ഹോസ്പിറ്റലുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്തൊക്കെയാ? 2 കാര്യം പറഞ്ഞത് അല്ലെ. Present problem being faced by the public hospital. Okay, ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? അതുകൂടി ഒന്ന് നോട്ട് ചെയ്തിടുക. 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞേക്കണ ഇന്നത്തെ ആ ഒരു ഭരണവർഗക്കാര് അവര് ഫോളോ ചെയ്യുന്ന രീതി, അവരുടെ ഒരു നേച്ചർ, ക്ലാസ് നേച്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. You taken there in the whole the class nature of the ruling classes. അവിടുത്തെ ഭരണവർഗക്കാരുടെ അവര് പിന്തുടരുന്ന ആ ഒരു നേച്ചർ, അവരുടെ ഭരണത്തിന്റെ ആ സ്വഭാവവും, പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഡെവലപ്മെന്റ് പാരഡൈം പർസ്യൂഡ് ബൈ ദം. അവര് ഫോളോ ചെയ്യുന്ന വികസന മാതൃകയും പബ്ലിക് ഹോസ്പിറ്റൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂല കാരണമാണ്. 2 സെന്റൻസ് അടയാളപ്പെടുത്തി വെച്ചോ? Them as being at the root of the present problem being faced by hospital. ഹോസ്പിറ്റലുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതിന്റെ റീസൺ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ,
ഭരണവർഗങ്ങളുടെ അവിടെ നേച്ചർ, അവരുടെ ക്ലാസ് നേച്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസസ്, അവരുടെ ആ ഭരണത്തിന്റെ സ്വഭാവവും പിന്നെ അവിടെ ഫോളോ ചെയ്യുന്ന മാതൃകയും ഡെവലപ്മെന്റ് മാതൃകയും പിന്തുടർന്ന വികസന മാതൃകയും പബ്ലിക് ഹോസ്പിറ്റലുകൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളുടെ ഒരു റീസൺ, ഒരു പ്രധാനപ്പെട്ട മൂല കാരണമാണ്. Root of the present problem being faced by public hospital. The suggested solution are in tune with these realities. പൊരുത്തപ്പെടുക, പൊരുത്തപ്പെടുക. The suggested solution are in tune with these realities. അപ്പൊ ഇത് ഈ സജസ്റ്റ് ചെയ്ത നിർദ്ദേശിച്ച പരിഹാരങ്ങൾ യഥാർത്ഥവുമായി പൊരുത്തപ്പെടുന്നതാണ്, റിയാലിറ്റി ആയിട്ട് പൊരുത്തപ്പെടുന്നതാണ്. സജസ്റ്റഡ് സൊല്യൂഷൻ, അപ്പൊ അതിനുണ്ടാകില്ല, അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻസ് ഏതാ റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. സജസ്റ്റഡ് സൊല്യൂഷൻസ് ആർ ഇൻ ട്യൂൺ വിത്ത് ദീസ് റിയാലിറ്റീസ്. ഹെൽത്ത് കെയർ ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ, ചോദിക്കാറുണ്ട്. ഹെൽത്ത് കെയറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹെൽത്ത് കെയർ ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് പ്രൊവൈഡിംഗ് medical products, equipments and services to protect, extend or increase the quality of patient lives. പേഷ്യന്റിന്റെ ലൈഫിനെ, ജീവിതത്തെ തന്നെ സംരക്ഷിക്കുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്റ്റെൻഡ് ചെയ്യാം, അത് വിപുലീകരിക്കുക അല്ലെ? വിപുലീകരിക്കുന്നതിനും വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ചെയ്യുന്നതിനും, പേഷ്യന്റിന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിനും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലീകരിക്കുന്നതിനും ഇൻക്രീസ് ചെയ്യുക, അതിനെ വർദ്ധിപ്പിക്കുന്നതിനും എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാ? പ്രൊവൈഡിങ് മെഡിക്കൽ പ്രോഡക്ട്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. കണ്ടോ, മെഡിക്കൽ പ്രോഡക്ട്സുകള് എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് അണ്ടർലൈൻ ചെയ്തേ സെന്റൻസ്. ഹെൽത്ത് കെയർ ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് പ്രൊവൈഡിങ് മെഡിക്കൽ പ്രോഡക്ട്സ്, എക്യുപ്മെന്റ്സ് and services to protect. സർവീസുകള്, മെഡിക്കൽ പ്രോഡക്ട്സ്, എക്യുപ്മെന്റ്, സേവനങ്ങള്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? To protect, extend or increase the quality of patient lives. പേഷ്യന്റിന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മെഡിക്കൽ പ്രോഡക്ട്സുകള്, എക്യുപ്മെന്റ്സ്, സർവീസുകള്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഹെൽത്ത് കെയർ. ഓക്കെ, ഇനി increasingly the industry encompasses a network of expertise, interrelated providers with different areas or coordinated to varying degree to keep us healthy. So വർദ്ധിച്ചു വരുന്ന increasingly the industry, വർദ്ധിച്ചു വരുന്ന ആ വ്യവസായ ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, വർദ്ധിച്ചു വരുന്ന ഒരു വ്യവസായ വൈവിധ്യത്തിന്റെ ഒരു നെറ്റ്വർക്ക്. അതായത് ഇതിപ്പോ എന്താ പറയാ, ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഓരോ ദിവസം ചെല്ലുന്തോറും എന്താണ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഒരു നെറ്റ്വർക്കായിട്ട് അല്ലെ കണക്ട് ചെയ്ത്, ഇന്റർകണക്ട് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്കായിട്ട് ഉള്ള കാര്യമാണ്. അല്ലാതെ ഒരു കാര്യം മാത്രം നമ്മൾ അതിനെ ബേസ് ചെയ്ത് വരുന്നതല്ല. അപ്പൊ വർദ്ധിച്ചു വരുന്ന ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അവിടെ നോക്കിയേ, ഹെൽത്ത് ഇൻഡസ്ട്രി അത് വിവിധ മേഖലകൾക്കുള്ള ഇന്റർ റിലേറ്റഡ് പ്രൊവൈഡേഴ്സ് വിത്ത് ഡിഫറെന്റ് ഏരിയാസ്. കണ്ടോ, അപ്പൊ വിവിധ മേഖലകളിലുള്ള പരസ്പര ബന്ധമുള്ള ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ്. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന പരസ്പര ബന്ധമുള്ള ആളുകളുണ്ടല്ലോ, പല ഏരിയകളിലുള്ള പരസ്പര ബന്ധമുള്ള ആ പ്രൊവൈഡേഴ്സും നമ്മളെ ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് പല അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പല രീതികളാണ് അവരവിടെ ഫോളോ ചെയ്തേക്കുന്നത്. പല അളവ് കൊണ്ട് അവരത് ഏകോപിപ്പിച്ചിരിക്കുന്നു. അതായത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമ്മൾ ഒറ്റ ഇതിനെ മാത്രം ബേസ് ചെയ്തിരിക്കുന്നതല്ല, അത് പരസ്പരം ബന്ധമുള്ള ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ്. അതെങ്ങനെയാ? പല മേഖലകളിലുള്ള
പല മേഖലകളിലുള്ള പരസ്പര ബന്ധമുള്ള പ്രൊവൈഡേഴ്സ് അത് നമ്മൾ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പല ടൂൾസുകളാണ് അല്ലെങ്കിൽ പല രീതിയിലുള്ള അളവുകോലുകളും അവര് ഏകോപിപ്പിച്ചിരിക്കുന്നു. The Global Health Industry Classification Standard ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. പിന്നെ ആ 2 പോയിന്റ്സും നിങ്ങൾക്ക് നോട്ട് ചെയ്തിടുക. നമ്മൾ ഇതിനകത്തെ പാരഗ്രാഫ് വായിച്ച് അതിന്റെ മീനിങ് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത് കേട്ടോ. ഇത് ഫുള്ള് നമുക്കൊരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, ഇതിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ടഫ്, ബാക്കി കുഴപ്പമില്ല, ഇനി കുറച്ച് കൂടെ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ എളുപ്പമാണ്, ഇത് ഇത്തിരി ടഫാന്ന് വിചാരിച്ച അടുത്ത ടഫാന്ന് വെക്കണ്ട കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. ഇത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രത്യേക പോയിന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പറയുന്നത്. ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. The Global Health Industry Classification Standard GICS. Five expanded form ചോദിക്കാം. Global Industry Classification Standards break the space into 2 broad subgroups. ഇതിനെ 2 സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. The Global Health Industry Classification Standard break the space into 2 broad subgroups. 2 ഗ്രൂപ്പുകളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹെൽത്ത് കെയർ എക്യുപ്മെന്റ് ആൻഡ് സർവീസസ്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? GICS. ഫസ്റ്റത്തേത് ഹെൽത്ത് കെയർ എക്യുപ്മെന്റുകളും സർവീസുകളും. അപ്പോൾ ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും സേവനങ്ങളും അതാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്. ഹെൽത്ത് കെയറിനെ അവര് 2 സബ് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റത്തേൽ വരുന്ന ഹെൽത്ത് കെയർ എക്യുപ്മെന്റുകളും അവർ കൊടുക്കുന്ന സർവീസസ് സേവനങ്ങളും. അടുത്തത് രണ്ടാമത്തേല് ഫാർമസ്യൂട്ടിക്കൽസ്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു മെഡിസിൻ അല്ലെ, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ലിവിങ് ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു പുതിയ പ്രൊഡക്ട്സുകളും ഉണ്ടാക്കുന്നതാണ് ബയോടെക്നോളജി. Biotechnology and life science, study of living organisms and their life process. ഇതാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്ലോബൽ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് 2 ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ ഹെൽത്ത് കെയറിന് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ എക്യുപ്മെന്റുകളും അതിന്റെ സേവനങ്ങളും. രണ്ടാമത്തെ സെക്ഷനിലെ ഫാർമസ്യൂട്ടിക്കൽസ്, ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കിയേ കറണ്ട് ഇഷ്യൂസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ആ 2 പോയിന്റ് നോക്കി വെക്കുക. ഇനി കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ഇപ്പൊ നിലനിൽക്കുന്ന പ്രശ്നങ്ങള്, അതിന്റെ ആശങ്കകള്. കൺസേൺസ് എന്ന് പറഞ്ഞാൽ ആശങ്കകള്. കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. In order to meet growing demand for health services with the improved access, cost control and increased productivity, it will be the necessary to reorder. Reorder ചെയ്യാന്ന് വെച്ചാൽ reorder പുനഃക്രമീകരിക്കുക. It will be necessary to reorder the current system of providing these services. Okay, നമുക്കൊരു മെച്ചപ്പെട്ട ഒരു അസസ്, ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, ഇംപ്രൂവ്ഡ് അസസ്, മെച്ചപ്പെട്ട പ്രവേശനം, കോസ്റ്റ് കൺട്രോൾ, ചെലവ് കുറയ്ക്കുന്നത്, പിന്നെ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് എന്നിവയ്ക്കൊപ്പം തന്നെ, ഈ 3 കാര്യങ്ങൾക്കൊപ്പം തന്നെ ഹെൽത്ത് കെയർ ആരോഗ്യ സേവനത്തിന് വർദ്ധിച്ചു വരുന്ന ഒരു ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത്. In order to meet the growing demand for health services. ഉണ്ടോ? ഇതിന്റെ ഒപ്പം തന്നെ ഏതാണ്? ഇംപ്രൂവ്ഡ് അസസ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇതിന്റെ ഒപ്പം തന്നെ ആരോഗ്യ സേവനത്തിന് വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. It will be necessary. ഇത് എന്തിനാണ്?
to reorder the current system. ഇപ്പൊ നിലവിലുള്ള ആ ഹെൽത്ത് സിസ്റ്റത്തിനെ പുനഃക്രമീകരിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ്. ഓരോ ദിവസവും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പൊ ഇപ്പത്തെ നമ്മൾ ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു റീഓർഡർ, ഒരു പുനഃക്രമീകരണം നടത്തേണ്ടത് എന്താ അത്യാവശ്യമാണ് അല്ലെ? നമ്മുടെ നാട് ഓടുമ്പോ നടുവേ ഓടണം എന്ന് പറയൂലേ അല്ലെ? അപ്പൊ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ അനുസരിച്ച് ഈ ഹെൽത്ത് കെയറിലും എന്ത് ചെയ്യണം? അതിനെ നമുക്ക് കാര്യങ്ങൾ അവിടുത്തെ പുനഃക്രമീകരിക്കണം. ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ്. അപ്പൊ നമ്മള് ഈ കാര്യങ്ങള് ഓർക്കണം, അത് ഓർക്കണം. അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കറണ്ട് ഇഷ്യൂസ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇനി പറയുന്ന കാര്യങ്ങള് പുനഃക്രമീകരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയവിടെ? എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ അവിടെ റീഓർഡർ ചെയ്യേണ്ടത്? ഹെൽത്ത് മസ്റ്റ് റിമെയിൻ ഹൈ ഓൺ സ്കെയിൽ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രിയോറിറ്റീസ്. ഫസ്റ്റ് പാരഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങള് ആണ് നമ്മൾ അവിടെ പുനഃക്രമീകരിക്കേണ്ടത്? അതിന്റെ കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ കാര്യങ്ങളും കൂടി ഓർക്കണം. ഗ്രോയിങ് ഡിമാൻഡുകൾ, ഇംപ്രൂവ്ഡ് ആക്സസ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്നിവയ്ക്കൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് ഈ സേവനങ്ങൾ നമ്മൾ പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ? ഇത് നമ്മൾ ഓർക്കണം. അതായത് എന്താ പറഞ്ഞിരിക്കുന്ന ഇനി പറയുന്ന കാര്യങ്ങൾ പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ഹെൽത്ത് മസ്റ്റ് റിമെയിൻ ഹൈ ഓൺ ദ സ്കെയിൽ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രയോറിറ്റീസ്. Health must remain high on the scale of social, political and economic priorities. എന്താ? സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മുൻഗണനകളുടെ തോതിൽ ആരോഗ്യം, ഹെൽത്ത് ഉയർന്ന നിലയിലായിരിക്കണം. അപ്പൊ ഇതിന്റെ ഒപ്പം നമ്മൾ എന്തിനാ അവിടെ ശരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എന്തിനാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളില് നമുക്ക് ക്രമീകരണം നടത്തണം, റീഓർഡർ ചെയ്യണം. ഓക്കെ, ഹെൽത്ത് മസ്റ്റ് റിമെയിൻ ഹൈ ഓൺ ദ സ്കെയിൽ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രയോറിറ്റി. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മുൻഗണനകൾ, ഇതിന്റെ നമ്മൾ കൊടുക്കുന്ന മുൻഗണനകളുടെ തോതില് നമ്മൾ ഹെൽത്തിനും എന്ത് കൊടുക്കണം? ഹെൽത്തും പുനഃക്രമീകരിക്കണം. ആരോഗ്യം അതിന്റെ രീതിയിൽ ഉയർന്ന നിലയിലായിരിക്കണം. New money alone will not guarantee either capacity or effectiveness of the current health system. ഈ പുതിയ new money alone will not guarantee. അതായത് പുതിയ പണം മാത്രമല്ല, ഇപ്പൊ പുതിയ രീതിയിലുള്ള നമ്മുടെ ക്യാഷിന്റെ കാര്യങ്ങൾ, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, either the capacity of effectiveness of the current health system. ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന്റെ കപ്പാസിറ്റി, അതിന്റെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തിയും നമ്മൾ എന്ത് ചെയ്യണം? പുനഃക്രമീകരിക്കണം. ആ ഒരു നമുക്ക് എന്താ പുതിയ ഒരു മണി അല്ലെങ്കിൽ പുതിയ ഫിനാൻസിൽ മാത്രമല്ല, ന്യൂ മണി എലോൺ വിൽ നോട്ട് ഗ്യാരണ്ടി, അതിന് മാത്രമല്ല കപ്പാസിറ്റി, ഹെൽത്ത് ഇപ്പോ കറണ്ട് ഹെൽത്ത് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി, അതിന്റെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, ഇതെല്ലാരും എന്ത് ചെയ്യണം? പുനഃക്രമീകരിക്കണം. ഹെൽത്ത് മൂന്നാമത്തെ പോയിന്റ്. ഇത് പോയിന്റ്സ് ഇതിൽ നിന്ന് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും കാണാറില്ല കേട്ടോ. ജസ്റ്റ് പോയിന്റ് ഒന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ റീഓർഡർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. Health care is too often delivered at the time and place and in a way convenient to the provider rather than consumer. നമുക്ക് ആർക്ക് മുൻഗണന കൊടുക്കണം? ഹെൽത്ത് കെയറുള്ള പ്രൊവൈഡറിനേക്കാളും കൺസ്യൂമറിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതായത് കൺസ്യൂമർ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്, അല്ലെ?
ഹെൽത്ത് കെയർ പല സമയത്തും ടൈമിലും പല പ്ലേസിലും നമ്മളത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. പല ടൈമിലും പല സ്ഥലത്തും ഹെൽത്ത് കെയർ ഈസ് ടു ഓഫൺ ഡെലിവേർഡ് അറ്റ് ദ ടൈം ആൻഡ് പ്ലേസ്. പല ടൈമിലും പല സ്ഥലത്തും ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് എന്നതിനേക്കാളും അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരെക്കാളും അവിടെ കൺസ്യൂമറിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു കൺസ്യൂമറിനെയും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്കുടെ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, റീഓർഡർ ചെയ്യണം, പുനഃക്രമീകരിക്കണം. കൺസ്യൂമറിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ എന്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ, placing a way that convenient to the provider rather than consumer. Health കെയറിൽ നമ്മുടെ പ്രൊവൈഡറിനേക്കാളും കൺസ്യൂമറിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്ത നെക്സ്റ്റ് പോയിന്റ്, manpower production for the health industry must adapt new modes of training and licensure. Licensure എന്ന് പറഞ്ഞാൽ ലൈസൻസ്. To provide more flexible use of valuable human resources. ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മാൻപവർ പ്രൊഡക്ഷൻ മാൻപവർ പ്രൊഡക്ഷന്റെ അതായത് ട്രെയിനിങ്, അവർക്ക് എന്താ പറയാ സ്റ്റാഫിനൊക്കെ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. ട്രെയിനിങ്ങിന്റെയും ലൈസൻസിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിനൊക്കെ പുതിയ രീതികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, കൊണ്ടുവരണം. manpower production for the health industry must adopt. എന്തൊക്കെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യണ്ടേ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേതാ. The manpower production for the health industry must adapt new modes of training. പുതിയ ട്രെയിനിങ്ങുകൾ, ട്രെയിനിങ്ങിന്റെ പുതിയ രീതികൾ ആൻഡ് ലൈസൻസുകൾ. അത് എന്തിനു വേണ്ടിയിട്ടാ? in order to provide more flexible use of valuable human resources. ഒരു മൂല്യവത്തായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഉപയോഗം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യണം, മാൻപവർ പ്രൊഡക്ഷൻ, അതില് നമുക്ക് പുതിയ ട്രെയിനിങ്ങുകളും ലൈസൻസ് കാര്യങ്ങളൊക്കെ പുതിയ രീതികൾ അവിടെ അഡോപ്റ്റ് ചെയ്യണം. അതായത് അവിടെയൊക്കെ നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ ആണെങ്കിലും പുതിയ ക്രമീകരണങ്ങൾ അതൊക്കെ പുനഃപരിശോധിക്കേണ്ടത്, പുനഃക്രമീകരണം നടത്തേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, റിസോഴ്സ് അലോക്കേഷൻ ഷുഡ് ബി മാനേജ്ഡ് സെൻട്രലി ബൈ ഏരിയ വൈഡ് ആൻഡ് സ്റ്റേറ്റ് കോംപ്രഹെൻസീവ് ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസീസ്. അലോക്കേഷൻ എന്ന് വെച്ചാൽ വിഹിതം. റിസോഴ്സ് അലോക്കേഷൻ ഷുഡ് ബി മാനേജ്. ആരാണ് റിസോഴ്സ് അലോക്കേഷൻ ചെയ്യുന്നത്? കേന്ദ്രീകൃതമായിട്ട് മാനേജ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസീസ്. ആണ്. റിസോഴ്സ് അലോക്കേഷൻ കേന്ദ്രീകൃതമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കോംപ്രഹെൻസീവ് ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസിയാണ്. ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസികളാണ് മാനേജ് ചെയ്തത്. സ്റ്റേറ്റ് കോംപ്രഹെൻസീവ് ഹെൽത്ത് പ്ലാനിംഗ് ഏജൻസീസ്. ആ പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Resource allocation should be managed centrally by area wide and state comprehensive health planning agencies. Last point, the decision-making process should empower the consumer more and provided a greater range of choice among alternative form of health service. Decision-making process should be empowered. എംപവർ എന്ന് വെച്ചാൽ അധികാരപ്പെടുത്തുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക. അവിടെ തീരുമാനം എടുക്കാനുള്ളത് കൺസ്യൂമറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മള് പല നമ്മള് ഡാറ്റാസ് കളക്ട് ചെയ്യൂലേ,
സർവേ മെത്തേഡ് ആയിട്ട്, ക്വസ്റ്റിനെയർ ആയിട്ട് അവിടുത്തെ ഡേറ്റാസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു ഡിസിഷൻ നമുക്ക്, അതായത് കൺസ്യൂമറിന്റെ ഈ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് നമുക്ക് എന്താ അവിടുത്തെ ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അവർക്കുടെ നീഡ്സും കൂടി നമ്മൾ നോക്കും. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് എന്താ പറയാ അവിടുത്തെ ഒരു വളർച്ച എന്ന് പറയുന്നത്. But decision making process should be empowered the consumer. കൺസ്യൂമർ ആണ് അതിനെ ശാക്തീകരിക്കാൻ ഈ അധികാരപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് എന്ത് വേണം? More and to be provided a great range of choice among alternative forms of health service. അപ്പൊ അതിനകത്ത് കൂടുതൽ ചോയ്സ് അല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നടക്കണം. അവർക്കുടെ ആവശ്യങ്ങളെ കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവര് പറയുന്ന ഇത് കൂടി അതിന് ചോയ്സ് ഉണ്ട്. അതായത് കൂടുതൽ ആ തെരഞ്ഞെടുത്തതിന് ശേഷം വേണം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഇതാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരുന്നത് ഡിസിഷൻ മേക്കിംഗ് പവർ ടുഗദർ വിത്ത് ഇനഫ് ഇൻഫർമേഷൻ to make the purchase of the health care a meaningful decision may lead to some new questions pertaining to the health care. അതായത് നമുക്കൊരു ഹെൽത്ത് കെയർ പർച്ചേസ് ചെയ്യുന്നതിന്, വാങ്ങുന്നതിന്, ഒരു നല്ലൊരു ആരോഗ്യ സംരക്ഷണം അവിടെ നടപ്പിലാക്കുന്നത്, പർച്ചേസ് ചെയ്യാൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ, ആ പേഷ്യൻസിന് നല്ലൊരു ഹെൽത്ത് കെയർ അവൈലബിൾ ആകുന്നതിന്, കിട്ടുന്നതിന്, അവർക്ക് നൽകുന്നതിന് നമുക്ക് അവർക്കുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അവർക്കുടെ ആവശ്യമായിട്ടുള്ള അവരെടുത്ത ഡിസിഷൻ, അവരുടെ ആവശ്യമായിട്ടുള്ള ആ വിവരങ്ങൾക്കൊപ്പം ആ തീരുമാനം എടുക്കാനുള്ള അധികാരവും ഇതെല്ലാം പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് നയിക്കാവുന്ന. അതായത് ഇത്രേ ഉള്ളൂ. അവിടെ ബയോഡാറ്റാസ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ, അവിടെ നമുക്ക് ഇന്ന കാര്യങ്ങൾ അവരത് ഓരോ ക്വസ്റ്റ്യൻസിലും അവരത് ഓക്കെ ആണോ അല്ലെ, അതിന് എന്താണ്, അതിന് നമ്മൾ കൂടുതൽ ഫർദർ എന്ത് റീഓർഡർ അല്ലെങ്കിൽ പുനഃക്രമീകരണമാണ് അവിടെ വരുത്തേണ്ടത് എന്നുള്ളത് നമുക്കപ്പോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതൊരു കുറച്ചുകൂടിയും അത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് നല്ല രീതിയിലേക്ക് വരുമ്പോഴും എന്താണ് ആ ഒരു നമ്മുടെ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് നയിക്കുന്നു. അപ്പൊ അത് അവർക്കുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് കുറച്ച് ആവശ്യങ്ങൾ മുൻനിർത്തി അതിനാണ് ഇത് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ആ തീരുമാനങ്ങൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി ആ ഒരു കാര്യങ്ങൾ ഇവിടെ ഹെൽത്ത് കെയറിലേക്ക് നടപ്പിലാക്കുക ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്തുനിന്ന് നമ്മുടെ ഫസ്റ്റ് കാര്യം ആ സെന്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കും. The decision making process should be empowered the consumer more and be provided a range of choice among alternative forms of health service. അത്രയൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പാരഗ്രാഫ്, ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചാലഞ്ചസ്. ഇനി എന്തൊക്കെയാണ് ഹെൽത്ത് കെയറിലെ പ്രവർത്തനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ചലഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻ എനി ഓർഗനൈസേഷൻ ഈസ് ക്രിട്ടിക്കൽ ടു സക്സസ്. ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Operational efficiency dash is any organization is critical to success. അല്ലെങ്കിൽ dash is any organization to critical to success. ഒരു ഓർഗനൈസേഷനെ, ഏതൊരു സ്ഥാപനത്തിനെയും പ്രവർത്തനക്ഷമത, ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് അവരുടെ ആ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാര്യം. അണ്ടർലൈൻ ചെയ്തോ? ഏതൊരു സ്ഥാപനത്തിലെയും പ്രവർത്തനക്ഷമത അല്ലെ, നല്ല പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ എഫിഷ്യൻസി, കാര്യക്ഷമത അല്ലെ, പ്രവർത്തന കാര്യക്ഷമത അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളാണ്, നല്ല ട്രീറ്റ്മെന്റുകളാണ്, നല്ല സർവീസുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതാണ് ആ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാര്യം. Operational efficiency in any organization is critical to success. സക്സസിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. By reducing bottlenecks and
Sorry, next sentence. Healthcare organization face increased challenges to properly utilize the resource, improve care and lower cost. നമുക്ക് എന്താണ് ആ റിസോഴ്സുകള് ഉപയോഗിക്കുന്നതിന്, യൂട്ടിലൈസ് ദ റിസോഴ്സ്, വിഭവങ്ങള് ശരിയായിട്ട് പ്രോപ്പറായിട്ട് ശരിയായിട്ട് വിനിയോഗിക്കുന്നതിനും, ഇംപ്രൂവ് കെയർ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനും ആൻഡ് ലോവർ കോസ്റ്റ് കുറയ്ക്കുന്നതിനും, ചെലവ് കുറയ്ക്കുന്നതിനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വർദ്ധിച്ച വെല്ലുവിളികൾ നേരിടുന്നു. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടേ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഫേസസ് ആൻ ഇൻക്രീസ്ഡ് ചലഞ്ചസ്. ഏതൊക്കെ മേഖലകളിലാണ്? പ്രോപ്പർലി യൂട്ടിലൈസ് ദ റിസോഴ്സ്, റിസോഴ്സുകള് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതിനും, നെക്സ്റ്റ് ഇംപ്രൂവ് കെയർ ആൻഡ് ലോവർ കോസ്റ്റ്, കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിനും കോസ്റ്റ് കുറയ്ക്കുന്നതിനും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിവിധ വെല്ലുവിളികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ 3 കാര്യങ്ങളും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബൈ റെഡ്യൂസിങ് ബോട്ടിൽനെക്സ്, ബോട്ടിൽനെക്സ് എന്ന് പറഞ്ഞ തടസ്സങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മേഖലയിൽ ഈ രീതിയിൽ അവര് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇനി അത് കുറയ്ക്കുന്നതിനോ? ബൈ റെഡ്യൂസിങ് ബോട്ടിൽനെക്സ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സൊല്യൂഷൻ that will drive effective solution to common problems any business can thrive. അതായത് by reducing bottlenecks, ഇത് കുറയ്ക്കുന്നതിനും ഈ വെല്ലുവിളി ഈ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും ആൻഡ് ഇംപ്ലിമെന്റിംഗ് സൊല്യൂഷൻ, അതിനൊരു സൊല്യൂഷൻസ് നടപ്പിലാക്കുന്നതിനും, സാധാരണ പ്രശ്നങ്ങൾക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നടപ്പിലാക്കുന്നതിനും, സാധാരണ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഏതൊരു ബിസിനസ്സും ഫലപ്രാപ്തി നേടാൻ പറ്റുള്ളൂ. ഇനി ബിസിനസ് ക്യാൻ ത്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കുക. അതിലൂടെയാണ് ഏതൊരു സ്ഥാപനവും അഭിവൃദ്ധി നേടാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ് ബൈ റെഡ്യൂസിങ് ബോട്ടിൽനെക്സ്, തടസ്സങ്ങൾ കുറയ്ക്കുന്ന. അപ്പൊ അവരുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ തടസ്സങ്ങൾ നമ്മൾ കുറയ്ക്കണം. റെഡ്യൂസിങ് ബോട്ടിൽനെക്സ്, ആ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും ആൻഡ് ഇംപ്ലിമെന്റിംഗ് സൊല്യൂഷൻ, ഓരോ പ്രശ്നങ്ങളും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള സൊല്യൂഷൻ നടപ്പിലാക്കുന്നതിലൂടെയും ഏതൊരു ബിസിനസ്സിനും എന്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും. അവിടെ ആ 2 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടേ. ബൈ റെഡ്യൂസിങ് ബോട്ടിൽനെക്സ്, തടസ്സങ്ങള് കുറയ്ക്കുന്നതിലൂടെയും നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള സൊല്യൂഷൻ നടപ്പിലാക്കുന്നതിലൂടെയും ഏത് ബിസിനസ്സും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പാരഗ്രാഫ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതൊരു ഓർഗനൈസേഷന്റെയും സക്സസിന് എന്ത് വേണമെന്നാ പറഞ്ഞത്? എന്ത് വേണം? ഓപ്പറേഷണൽ എഫിഷ്യൻസി, അല്ലേ? ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻ എനി ഓർഗനൈസേഷൻ ഈസ് ക്രിട്ടിക്കൽ ടു സക്സസ്. ഇനി പിന്നെ നമ്മള് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്താ പറയാ ചലഞ്ചുകൾ നേരിട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അല്ലെ. എന്തിനൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിലാണ്? റിസോഴ്സുകള് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിനും അവര് കൊടുക്കുന്ന കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിനും ആ കോസ്റ്റ് കുറയ്ക്കുന്നതിലും, അല്ലെ? ഇപ്പൊ നമ്മൾ ഓരോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ അടയ്ക്കുന്ന പേയ്മെന്റ് എങ്ങനെയാ, കോസ്റ്റ് എങ്ങനെയാ കൂടുതലാ, അല്ലെ? അപ്പൊ അവര് മാക്സിമം നല്ല കെയർ കൊടുത്തിട്ട് കോസ്റ്റ് കുറയ്ക്കാനാ നോക്കുന്നത്, അല്ലെ? നല്ല ചികിത്സയും കൊടുക്കണം, ട്രീറ്റ്മെന്റും ബെറ്റർ ആയിരിക്കണം, എന്നാൽ പൈസയും കുറവാണ്. ഒരുപാട് നമ്മൾ പറയും കത്തിയാണോ അറിയൂ, അല്ലെ? ഒരുപാട് പൈസ വരുമ്പോ നമ്മൾ പറയില്ലേ കത്തിയാന്ന്. അപ്പൊ നമ്മൾ പൈസ കുറച്ചുകൊണ്ട് നല്ല ഇത് കൊടുക്കണം, അല്ലെ? കെയർ നല്ലത് കൊടുക്കണം. പിന്നെ അവിടുത്തെ റിസോഴ്സുകളും അവിടുത്തെ ആ ഓരോ റിസോഴ്സുകളും പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നതിലും ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ 3 കുഞ്ഞു വാക്കുകളും അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അപ്പൊ നമുക്ക് ബിസിനസ്സിന് നമുക്കൊരു അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും? നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങള് അതിനെ കുറയ്ക്കുക,
തടസ്സങ്ങൾ മറക്കുന്നതിലൂടെയും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള സൊല്യൂഷൻ നടപ്പിലാക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ബിസിനസ്സും അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങള് നമ്മൾ കുറയ്ക്കണം അല്ലെ? എന്നും കംപ്ലൈൻസ് കാര്യങ്ങളാണെങ്കിൽ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുകയും ചെയ്യണം. ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കാണുന്നതിലൂടെയും ഏതൊരു ബിസിനസ്സിനും എന്ത് ചെയ്യാൻ പറ്റും? അഭിവൃദ്ധി നേടാൻ പറ്റും. ആ പാരഗ്രാഫ് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. 2-3 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി as any healthcare leader can attest, especially hospital leadership, this is often easier said than done. കണ്ടോ? as any healthcare leader can attest, ഏതൊരു ഹെൽത്ത് കെയർ ലീഡറും സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നത് പോലെ അവർക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. എസ്പെഷ്യലി the hospital leadership, ഹോസ്പിറ്റലിന്റെ നേതൃത്വം, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമാണോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഒരു ലീഡർഷിപ്പ്, ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം ഓഫൺ ഈസിയർ സെറ്റ്, പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ചെയ്യുന്നതിനേക്കാൾ അല്ലേ? നമുക്ക് കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവൃത്തിയില് അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടാണ്. അതൊരു ഈസി ടാസ്ക് അല്ല. എസ്പെഷ്യലി ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ജോലിയല്ല. ഓക്കെ, effective operation management is not a one-time task. Okay, effective operation management is not a one-time task. ഇത് ഒറ്റ സമയം ചെയ്യുന്ന one-time task ആണോ? ഒരു പ്രാവശ്യം ഒരു ടാസ്ക് നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, അതുകൊണ്ട് കംപ്ലീറ്റ് ആയോ? നമുക്ക് ഒരുപാട് ടാസ്കുകൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? Effective operation management is not a one-time task. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. എഫക്റ്റീവ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ ഒരു സമയം മാത്രം ചെയ്യുന്ന ഒരു ടാസ്ക് അല്ല. It requires proper decision making. അതിന് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വേണം, ഒരു തീരുമാനം എടുക്കാനുള്ളത്. ഒറ്റ ഇതായിട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് അല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഡിസിഷനും നമ്മൾ എടുക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷനും എടുക്കണം. നോക്കിയേ, then proper decision making, capturing, assessing and optimizing data is the first step down the pathway to success. Underline ചെയ്തിട്ട് important ആണ് കേട്ടോ. Capturing, assessing and optimizing data. Capture ചെയ്യുക, നമ്മുടെ ഡേറ്റാസ് പിടിക്കുക, അസസ് ചെയ്യുക, അതിനെ വിലയിരുത്തുക. ഒപ്റ്റിമൈസിങ് ഡേറ്റ, ഒപ്റ്റിമൈസ് ചെയ്യുക വെച്ചാൽ പരമാവധി പ്രയോഗത്തിൽ കൊണ്ടുവരിക, ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് is the first step, ആദ്യത്തെ സ്റ്റെപ്പ്. എന്തിനായിട്ടുള്ളതാ? the pathway of success, വിജയത്തിലേക്കുള്ള ആദ്യ പടി. Capturing, assessing and optimizing data. അണ്ടർലൈൻ ചെയ്തിട്ട് അത്. Capturing, assessing and optimizing data is the first step down the pathway of success. വിജയത്തിലേക്കുള്ള ആദ്യ പടി. If you are tasked with the improving care, improving clinical operation and maximizing financial outcome, how do you utilize the data at your hands to do so? നമ്മളോട് ചോദിച്ചേക്കാണ്. If you are tasked with the improving care, നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് തരികയാണ്, നമുക്ക് അവിടുത്തെ കെയർ ഇംപ്രൂവ് ചെയ്യാം. ഇംപ്രൂവിംഗ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അവിടെ ചികിത്സാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാം. ഫിനാൻഷ്യൽ ഔട്ട്കം പരമാവധി ആക്കുക. ഈ ടാസ്കുകൾ നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ വിനിയോഗിക്കും? അതിന് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ, നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ഡേറ്റ, അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? കണ്ടോ?
കെയർ ഇംപ്രൂവ് ചെയ്യാം, ഇംപ്രൂവിംഗ് ക്ലിനിക്കൽ ഓപ്പറേഷൻ, ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാം, മാക്സിമൈസിങ് ഫിനാൻഷ്യൽ ഔട്ട്കം. ഇങ്ങനെയുള്ള ടാസ്കുകൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ നമ്മൾ എങ്ങനെ അത് നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കും. നെക്സ്റ്റ്, rising overhead in healthcare are becoming key challenges in the industry as they are negatively impact all those who are part of the ecosystem. Rising overhead എന്ന് പറഞ്ഞാൽ അധിക ചെലവ്, വർദ്ധിച്ചു വരുന്ന അധിക ചെലവുകൾ എവിടെയാണ്? ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ, ആരോഗ്യ സംരക്ഷണത്തില് വർദ്ധിച്ചു വരുന്ന അധിക ചെലവുകള് എന്തിനൊരു വെല്ലുവിളിയായി നേരിടുകയാണ്? ബിക്കമിങ് കീ ചാലഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രി. നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Rising overhead in healthcare are becoming key challenges in the healthcare industry. ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് നമുക്ക് അവിടെ ഹെൽത്ത് കെയറില് വർദ്ധിച്ചു വരുന്ന നമുക്ക് അധിക ചെലവുകള്, എക്സ്ട്രാ വരുന്ന കോസ്റ്റുകള്, അധിക ചെലവുകള് ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണ്. ഹോസ്പിറ്റൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയാണ്. അതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. As they are negatively impacting all those who are part of the ecosystem. അത് പരിസ്ഥിതി വ്യവസ്ഥയുടെ എല്ലാത്തിനെയും, എക്കോസിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളെയും അത് നെഗറ്റീവ്ലി ഇമ്പാക്ട്, പ്രതികൂലമായി ബാധിക്കുന്നു. ഒരു അഡ്വേഴ്സ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെ? ഹെൽത്ത് കെയറിൽ നേരിടുന്ന വെല്ലുവിളി കൂടുതൽ അധിക ചെലവ് വരിക എന്നുള്ളത്, അത് ആ ഒരു കുറച്ച് ഇതിനെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ എക്കോസിസ്റ്റത്തിനെ തന്നെ, പരിസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുന്നു. പ്രൊവൈഡർ, അത് പ്രൊവൈഡർ ആയാലും പേഷ്യന്റ് കെയറിന്റെ ഇതിലായിരിക്കും. ഇപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡറില് അവരിൽ നിന്ന് വരുന്ന ഒരു അധിക ചെലവായാലും, അല്ലെങ്കിൽ പേഷ്യന്റ് കെയറില് രോഗി പരിചരണത്തിൽ വരുന്ന അധിക ചെലവായാലും, അപ്പൊ ഈ കാര്യങ്ങള് ഇപ്പൊ നമ്മള് ഊന്നൽ നൽകണം. വിറ്റ്നസിംഗ് ഇൻക്രീസിംഗ് എംഫസൈസ് ചെയ്യാന്നുള്ള ഈ ഊന്നൽ നൽകുക, അല്ലെങ്കിൽ ഇതിന് മുൻതൂക്കം നമ്മൾ കൊടുക്കണം. എന്തിനാ? ഹെൽത്ത് കെയറില് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസുകൾ, അതില് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ഈ മേഖലകളിൽ മുൻതൂക്കം കൊടുക്കണം. അത് ഏതൊക്കെയാണ്? അതാണ് താഴെ പോയിന്റ് കൊടുത്തേക്കണേ. ഹെൽത്ത് കെയർ നേരിടേണ്ടി വരുന്ന പ്രധാന ചലഞ്ചുകളുള്ള മേഖലകളാണിത്. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമുക്കൊന്ന് തരണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ചലഞ്ചുകള് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ മേഖലകളിലാണ് ഹെൽത്ത് കെയർ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അധിക ചെലവ് വരുന്നത്. വർദ്ധിച്ചു വരുന്ന അധിക ചെലവ് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് കെയറിലെ ഇൻഡസ്ട്രിയിലെ തന്നെ നമുക്ക് ഒരു ചലഞ്ചായിട്ട് മാറുക എന്ന് പറഞ്ഞു. അപ്പൊ താഴെ പറയുന്ന ഈ മേഖലകളില്, നമുക്ക് ഹെൽത്ത് കെയറിലെ ഈ മേഖലകളില് എന്ത് ചെയ്യുന്നു? വർദ്ധിച്ച ചലഞ്ചുകള്, ഈ മേഖലകളിലാണ് നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നത്. ഏതൊക്കെയാന്ന് നോക്കി. അതിൽ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, എന്നിട്ട് നമുക്ക് പോയിന്റ് നോക്കാം. റൈസിംഗ് ഓവർഹെഡ് ഇൻ ഹെൽത്ത് കെയർ ആർ ബിക്കമിങ് കീ ചലഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രി. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, ഇനി എന്തൊക്കെ പോയാൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. എവിടെയാ ഒന്നാമത്തെ കാര്യം? അധിക ചെലവ് വരാനുള്ളത് മേഖല ട്രീറ്റ്മെന്റ് അപ്രോച്ച്. നമ്മുടെ ട്രീറ്റ്മെന്റ് സമീപനം, നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില്, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആ ട്രീറ്റ്മെന്റില് ചികിത്സാ സമീപനം, ആൻഡ് ജസ്റ്റിഫിക്കേഷൻ, അതിന്റെ ന്യായീകരണത്തിലും, ചികിത്സാ സമീപനത്തിലും അതിന്റെ ന്യായീകരണത്തിലും. Health care infrastructure and resource provider. Health care infrastructure അടിസ്ഥാന സൗകര്യങ്ങളില് ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ?
ഹെൽത്ത് കെയർ നേരിടുന്ന ചലഞ്ചസിൽ വരുന്ന മേഖലകൾ കേട്ടോ. അവിടെ ഒന്ന് എഴുതി വെച്ചോ, ആ പോയിന്റിന്റെ അവിടെ എഴുതി വെച്ചോ നിങ്ങൾ. ഹെൽത്ത് കെയർ നേരിടുന്ന ചലഞ്ചസിൽ വരുന്ന മേഖലകൾ ഏതൊക്കെ മേഖലകളിലാണ്? ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, റിസോഴ്സ് പ്രൊവൈഡർ അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സുകൾ. അടുത്ത് നോക്കിയേ, കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ഇത് നോക്കിയാൽ ക്യാൻ ഇൻക്ലൂഡ് ഏതൊക്കെയാ? കൺസൾട്ടിങ് കോസ്റ്റ് വരൂലേ, കൺസൾട്ട് ചെയ്യാനായിട്ട്. പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ മരുന്നുകൾ എഴുതുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ്. ഹോസ്പിറ്റൽ തരുന്ന കെയറിന് അതിന് വരുന്ന കോസ്റ്റ്. അങ്ങനെ കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ഈ മേഖലകൾക്കും അധിക ചെലവ് വരാം. കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അടുത്ത് നോക്കിയേ, ടൈം ഓഫ് റിക്കവറി ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലെ? ഒത്തിരി നാള് അല്ലെങ്കിൽ കുറച്ച് അധികം ദിവസങ്ങൾ നമ്മൾ അവിടെ കിടക്കാണ്. നമുക്ക് പഴയതിലേക്ക് റിക്കവറി ചെയ്യാൻ കുറെ സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇത് കൂടുതലാവില്ലേ അല്ലെ? നമുക്ക് കൂടുതൽ ചെലവ് വരും. ഒരു ദിവസം കിടക്കേണ്ട സ്ഥാനത്ത് ഒരാഴ്ച നമ്മൾ കിടന്നിട്ടാണ് നമ്മൾ ആ പഴയ സ്റ്റേജിലേക്ക് നമ്മൾ റിക്കവറി ചെയ്യണമെങ്കിലും എന്താ അവിടെയും അധിക ചെലവ് തന്നെയാണ്. ടൈം ഓഫ് റിക്കവറി, പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോളോ ആൻഡ് ഓർ മെഡിക്കൽ കെയർ ആണോ? ട്രീറ്റ്മെന്റിന് ശേഷം ഫോളോ അപ്പുകള് നമ്മൾ ഇതൊക്കെ ചെയ്യൂലേ, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യൂലേ? ചില ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ വന്ന് ഒരു വശമൊക്കെ ഇങ്ങനെ തളർന്നു പോയവരൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അവര് പിന്നെ ഫിസിയോതെറാപ്പി അതിന്റെ എന്താ പറയാ നമ്മുടെ ആ ബ്ലോക്കിന്റെ അതിന്റെ അനുസരിച്ചിരിക്കും അല്ലെ? അല്ലെ അവരുടെ ആ സ്റ്റേജ് അനുസരിച്ചാണ് അവർ എത്ര നാള് ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറയുന്നത്. അത് ബെറ്റർ പഴയ സ്റ്റേജിലേക്ക് വന്ന വരേക്കും അതിന്റെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം അല്ലെ? ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ വരുന്ന അധിക ചെലവ് മെഡിക്കൽ കെയറിന് വരുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് വരുന്ന ചെലവ്. പിന്നെ ഇൻഷുറൻസ് കവറേജുകൾ പരിരക്ഷയില്. then out of pocket expense നമ്മൾ പോക്കറ്റിൽ നിന്ന് അതായത് എക്സ്പെൻസ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ചെലവാക്കുന്ന പണം. then ക്ലൈം സെറ്റിൽമെന്റ് ക്ലൈമുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സെറ്റിൽമെന്റ് ടൈം ആൻഡ് പ്രൊസീജിയർ. ക്ലൈം സെറ്റ് ചെയ്യാനുള്ള ടൈം അതിന്റെ നടപടിക്രമങ്ങളിലും വരുന്ന അധിക ചെലവ് അല്ലെ? ക്ലൈം ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് റെഡി ആവില്ല അല്ലെ? അതിന് കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. ആ പൈസ ക്ലൈം കിട്ടാനും നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോ വരുന്ന ചെലവുകൾ ക്ലൈം സെറ്റിൽമെന്റ് ടൈം ആൻഡ് പ്രൊസീജിയർ. അപ്പൊ ഈ മേഖലകളിലൊക്കെ എന്താ ഈ മേഖലകളിലൊക്കെ ഹെൽത്ത് കെയർ സിസ്റ്റം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അധിക ചെലവാണ് ഹെൽത്ത് കെയർ നേരിടുന്ന ചലഞ്ചസ് വരുന്ന മേഖലകൾ. ആ 7 പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. ചെറിയ കുഞ്ഞു പോയിന്റ് അല്ലേ? പോയിന്റ്സ് തന്നിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അപ്പൊ അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ വരുന്ന ഒരു കുഞ്ഞു കാര്യം കൂടി കഴിഞ്ഞാൽ അത്രയും മതി അല്ലെ? നമുക്ക് അങ്ങനെ ഒത്തിരി അങ്ങോട്ട് റിലാക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല അല്ലെ? എന്ത് ചെയ്യാനാ, നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുന്നു. പിന്നെ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു പിള്ളേര് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പിള്ളേർക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിങ്ങനെ നമ്മള് എന്താ പറയാ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന പോലെ ഇങ്ങനെ വാരി വരച്ചിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി അല്ലെ? നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അല്ലെ? കുറെ നേരം കേൾക്കുമ്പോ ദേഷ്യം വരണ്ട അല്ലെ? നമുക്കൊരു മടുപ്പാവും, ഒരു ബോറാവും അല്ലെ? കുറെ നേരം കേട്ടിരിക്കുമ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് നോക്കി പോയാൽ മതി കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യാനാ, നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെയല്ലേ, പിന്നെ നമുക്ക് അത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. ഹോസ്പിറ്റൽസ്, മാനുഫാക്ചറർ, ഡോക്ടേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ് and patients all are looking forward to efficient means to better these. Okay, അപ്പൊ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഈ മേഖലകളില് ഹെൽത്ത് കെയർ സിസ്റ്റം എന്താ വെല്ലുവിളി നേരിടുക എന്ന് പറഞ്ഞു അല്ലെ? അതൊക്കെ അധിക ചെലവ് വരുന്ന ഒരു മേഖലകളാണ്.
അപ്പൊ നോക്കിയേ, ഈ ഹോസ്പിറ്റലുകാര്, അത് മാനുഫാക്ചറേഴ്സ്, ഡോക്ടർമാര്, ഇൻഷുറൻസ് കമ്പനികള് ആൻഡ് പേഷ്യൻസുകള് എല്ലാം ഇവ മെച്ചപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എഫിഷ്യന്റ് മീൻസ് ടു ബെറ്റർ ദീസ്. അപ്പൊ ഈ കാര്യങ്ങള് ഏതൊക്കെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മള് ടൈം ഓഫ് റിക്കവറി, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അല്ലെ റിക്കവറി ചെയ്യാനുള്ള ടൈം നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കൊടുത്ത് ഇങ്ങനെ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഒക്കെ വേഗം അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കാലോ അല്ലെ. ക്ലൈംസ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ളത് പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കുറച്ച് മര്യാദകളും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ അല്ലെ. എല്ലാ ഇതിനും അവരോട് സഹകരിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക, മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് കഴിക്കുക അല്ലെ, ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളത്. അപ്പൊ അവരെല്ലാവരും അല്ലെ അത് ഈ കാര്യങ്ങള് മെച്ചപ്പെടുത്താൻ, ഈ ചലഞ്ചുകളെ ഓവർകം ചെയ്യാനായിട്ട് കാര്യങ്ങള് മെച്ചപ്പെടുത്തുന്നതിനുള്ള രീതികള് നോക്കിക്കൊണ്ട് അത് അവരവരുടെ മാർഗങ്ങളായിട്ട് അവർ കാത്തിരിക്കുകയാണ്. Okay, each entity faces different kinds of challenges. ഓരോ സ്ഥാപനവും പല തരത്തിലുള്ള ചലഞ്ചുകളും ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കാര്യത്തിലാണെങ്കിൽ കുറെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ കാര്യങ്ങൾ, വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരു ഓഫീസ് ആണെങ്കിൽ അവരും പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലെ. Each entity faces different kinds of challenges. ഓരോ സ്ഥാപനവും പല തരത്തിലുള്ള ചലഞ്ചസ്, വെല്ലുവിളികള് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ടർലൈൻ ചെയ്തിട്ടെ, each entity faces different kinds of challenges. ഓരോ സ്ഥാപനവും പല തരത്തിലുള്ള വെല്ലുവിളി നേരിടുകയാണ്. And although there have been significant advancement in allied എന്ന് പറഞ്ഞാൽ അതിനോട് അനുബന്ധിച്ചാന്നുള്ളത് കേട്ടോ. allied research, advancement എന്ന് വെച്ചാൽ മുന്നേറ്റം. then overhead അധിക ചെലവുകള്, bottlenecks എന്ന് വെച്ചാൽ തടസ്സങ്ങള്, do not seem to reduce. ഇനി അതിനോട് അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ പല പല കാര്യങ്ങൾ റിസർച്ചുകൾ വന്നിട്ട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പല പല റിസർച്ചുകളിൽ നമ്മൾ മുന്നേറിയിട്ടുണ്ടെങ്കിലും അധിക ചെലവ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നമുക്ക് അധികം കുറയ്ക്കാം. ഡു നോട്ട് സീം ടു റെഡ്യൂസ്, അത് അധികം കുറവ് വരുന്നതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ പല പല റിസർച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ നമ്മൾ മുന്നേറിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് ചെലവ് അല്ലെങ്കിൽ ഇതിലുള്ള ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ആ ചലഞ്ചുകൾ കുറയ്ക്കാൻ പറ്റുമെന്ന് അത്രയധികം അത്രയും ഒരു പോസിറ്റീവ് ഇതിലേക്ക് വന്നിട്ടില്ല തോന്നുന്നില്ല. Okay, then on the contrary, there are posing stiffer management difficulties than earlier. നേരെ മറിച്ച് അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് അവർ മുമ്പത്തേതിനേക്കാൾ അടുത്ത മാനേജ്മെന്റ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഇത്രയും ടെക്നോളജി കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് പല പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. ഇപ്പോഴും അവര് പല തരത്തിലുള്ള വെല്ലുവിളികളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ വന്നെങ്കിലും ഇതിന് വിപരീതമായിട്ട് അവർ മുമ്പത്തേക്കാളും കടുത്ത മാനേജ്മെന്റ് ബുദ്ധിമുട്ടുകളിൽ അവര് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങള് വെറുതെ ഒന്ന് വായിച്ചു വെക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടേന് എന്തായാലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ബാക്കിയൊക്കെ ഞാനിരുന്ന് അച്ഛനിരുന്ന് പഠിക്കണം എന്ന് അധികം പറയുന്നില്ല, വായിച്ചു വെച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്തിട്ടേണ്ട കാര്യങ്ങൾ എല്ലാവരും ഒന്നുകൂടിയൊക്കെ വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഒരുപാട് എടുക്കാൻ കഴിയാ. ഇനി ചിലപ്പോ നമുക്ക് ഒരു ക്ലാസ് ഇത്തിരി സമയം കൂടി മതിയാവും. ഈ ഒരു ചാപ്റ്റർ തീരും. ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എടുക്കുള്ളൂ. ചാപ്റ്റർ കേട്ടോ, ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് കേൾക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് വെച്ചോണ്ട് ആരും വിഷമിക്കണ്ട.
നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് ഈസി ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.